ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ നമുക്ക് എല്ലാ ആത്മീയ ശുശ്രൂഷകളെയും നമ്മൾ തികച്ചും ഭൗതികമായ ലക്ഷ്യത്തിന് വേണ്ടി ആക്കി എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൽ സാത്താൻ നമ്മളെ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്ന വലിയൊരു അപകടം. അതായത് എല്ലാ ആത്മീയ കാര്യങ്ങളെയും നമ്മൾ കൊണ്ടുചെന്ന് എത്തിച്ചത് ഒരു ഭൗതിക കാര്യത്തിന് വേണ്ടിയിട്ടാണ്. അതായത് പള്ളിയിൽ വരുന്നത് എന്തിന്, പ്രാർത്ഥിക്കുന്നത് എന്തിന്, വചനം കേൾക്കുന്നത് എന്തിന്, വചനം വായിക്കുന്നത് എന്തിന്, നൊവേന ചൊല്ലുന്നത് എന്തിന്, വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന എന്തിന്, കൊന്ത ചൊല്ലുന്ന എന്തിന്, പ്രാർത്ഥിക്കുന്ന എന്തിന്, എല്ലാം എന്തിന്, ഏതോ ഒരു ഭൗതിക കാര്യത്തിന് വേണ്ടി. അതായത് എല്ലാ ആത്മീയ കാര്യങ്ങളെയും സാത്താൻ ഇങ്ങനെ നീക്കി ഇങ്ങനെ എഡ്ജ് ചെയ്ത് കൊണ്ടുവന്ന് ഒരു വഴുക്കുന്ന വരമ്പിൽ കൊണ്ടുപോയി നിർത്തി. ആ വഴുക്കുന്ന വരമ്പെന്ന് പറഞ്ഞാൽ ഈ ഭൗതികത, അമിത ഭൗതികത. അപ്പൊ അതിനുവേണ്ടിയാണ് എല്ലാ പ്രാർത്ഥനകളും. അതിനപ്പുറത്തേക്ക് ഈ കണ്ണുയർത്തി നോക്കാൻ പറ്റാത്ത ഒരു തിമിരം, ഒരു അന്ധത, ഒരു വൈകല്യം, ഒരു ഹാൻഡിക്യാപ്പ്, ഇത് നമ്മളെ